അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഹാജിമാരെല്ലാം ഹജ്ജിലാണ്. അവർ പുണ്യങ്ങൾ ഒരുപാട് നേടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഹജ്ജ് മഖബൂലും മബ്രൂറുമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ ദുൽഹിജ്ജയിൽ അതിൻ്റെ ആദ്യ സമയങ്ങളിൽ പ്രത്യേകിച്ചും നമ്മൾ കഴിച്ചു കൂട്ടേണ്ടത്? എന്തെല്ലാം ശ്രേഷ്ഠതകളും പ്രാധാന്യവുമാണ് ആ മാസത്തിനും ആ 10 ദിവസങ്ങൾക്കുമുള്ളത് എന്നൊക്കെ പലപ്പോഴായി നമ്മൾ മനസ്സിലാക്കിയതാണ്. എന്നിരുന്നാലും ഒരു ഉത്ബോധനം എന്നുള്ള നിലക്ക് എല്ലാ വർഷങ്ങളിലും നമ്മളത് കൂടുതൽ കൂടുതൽ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഇബാദത്തുകളിൽ വർധനവുണ്ടാകാൻ അത് സാധിക്കും. യഥാർത്ഥത്തിൽ അറബി മാസങ്ങളിൽ അവസാനത്തെ മാസമാണ് ദുൽഹിജ്ജ മാസം. അതുപോലെ അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ രണ്ടാമത്തെ മാസമാണ് ദുൽഹിജ്ജ മാസം. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ് എന്നിവയാണല്ലോ ആ 4 മാസങ്ങൾ. അപ്പോൾ അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ രണ്ടാമത്തേതാണ് ദുൽഹിജ്ജ മാസം. പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനായി അള്ളാഹു തിരഞ്ഞെടുത്ത മാസമാണ് ദുൽഹിജ്ജ മാസം. ഇസ്ലാമിൻ്റെ 2 ആഘോഷ ദിവസങ്ങളിൽ ഒന്നായ ഈദുൽ അദ്ഹ, ബലി പെരുന്നാൾ, അത് വരുന്നതും ദുൽഹിജ്ജ മാസത്തിലാണ്. ഇബാദത്തുകളുടെ മാതാക്കൾ എന്ന് അറിയപ്പെടുന്ന ഇസ്ലാമിൻ്റെ എല്ലാ അനുഷ്ഠാന കർമ്മങ്ങളും സമ്മേളിക്കുന്ന ഒരു മാസം കൂടിയാണ് യഥാർത്ഥത്തിൽ ദുൽഹിജ്ജ മാസം എന്ന് പറയുന്നത്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ ഇബാദത്തുകളും ആ ഇബാദത്തുകൾക്ക് പുറമെ ഉളുഹിയ്യത്ത് പോലെയുള്ള മറ്റ് കർമ്മങ്ങളും മിക്കവാറും എല്ലാ ഇബാദത്തുകളും സമ്മേളിക്കുന്ന ഒരു ഉമ്മഹാത്തു ത്വാഅത്താണ് യഥാർത്ഥത്തിൽ ഈ ദുൽഹിജ്ജ മാസം എന്ന് പറയുന്നത്. ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾക്കാണ്. അതിൽ തന്നെ യൗമുൻ നഹർ, അറവിൻ്റെ ദിവസം എന്നറിയപ്പെടുന്ന പെരുന്നാൾ ദിവസത്തിന് കൂടുതൽ ശ്രേഷ്ഠത പറയുന്നതായി കാണാൻ സാധിക്കും. ഈ ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങളാണ്, ഈ 10 ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങളാണ് അള്ളാഹുവിന് ഏറെ പ്രിയങ്കരമായിട്ടുള്ളത്. ഈ ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളതും. ഈ ദിവസങ്ങളെ കൊണ്ട് അള്ളാഹു ഖുർആനിൽ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, വലയാലിൻ അഷർ. അതുപോലെ തന്നെ മുൻകഴിഞ്ഞ് പോയതും വരാനിരിക്കുന്നതുമായ ഓരോ വർഷത്തെ പാപങ്ങളും പൊറുക്കപ്പെടും എന്ന് പറയപ്പെട്ട അറഫ ദിവസത്തിലെ നോമ്പും ഈ ദിവസങ്ങളിലാണ് വരുന്നത്. അള്ളാഹു അവൻ്റെ അടിയാറുകളെ, അള്ളാഹു അവൻ്റെ ദാസന്മാരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന വളരെ ശ്രേഷ്ഠകരമായ ദിവസമാണ് അറഫ ദിവസം. അത് ഈ ദുൽഹിജ്ജ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അന്ന് ചെയ്യാനുള്ളത്, ഹാജിമാർ ഹജ്ജിലാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കന്ന് ചെയ്യാനുള്ളത് ധാരാളമായ ദിക്റുകൾ നാം പറയേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ പോലെയുള്ള ദിക്റുകൾ ധാരാളമായി പറയുക. ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുന്നത്ത് നിസ്കാരങ്ങൾ, സാധാരണ റവാത്തിബ് സുന്നത്തുകൾ നിർവഹിക്കുന്നവരാണെങ്കിൽ മറ്റ് സുന്നത്ത് നിസ്കാരങ്ങൾ കൂടി നിർവഹിക്കുവാൻ വേണ്ടി ഈ സമയങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച
അറഫ നോമ്പ് അതുപോലെ തന്നെ മറ്റ് ദിവസങ്ങളിലും നോമ്പ് അനുഷ്ഠിക്കുന്നത് വളരെയേറെ പുണ്യമുള്ള കാര്യമാണ്. അതുപോലെ ദാനധർമ്മം ചെയ്യാൻ ഏറ്റവും നല്ല അവസരം ഈ സമയത്താണ്. സാധാരണ ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ കൂടുതൽ ദാനധർമ്മം ചെയ്യാൻ അവസരം കാണേണ്ടത് ഈ സമയമാണ്. ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക. 10 ദിവസം കൊണ്ട് യഥാർത്ഥത്തിൽ 3 ജുസ് ഒരു ദിവസം ഓതുകയാണെങ്കിൽ 10 ദിവസം കൊണ്ട് ഒരു ഖത്തം വരെ തീർക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കഴിവിൻ്റെ പരമാവധി കഴിയാവുന്നത്ര വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യ 10 ശ്രദ്ധിക്കേണ്ടത്. ഹാജിമാർ ഹജ്ജിലാണ്. നമ്മൾ ഇവിടെ ഇബാദത്തിനായി കഴിച്ചു കൂട്ടുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.